എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാത്ത സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനായിട്ട് തുടരാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു വിദ്യാർത്ഥി ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അതേക്കുറിച്ചുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചു, എന്നാൽ ഇഷ്ടമില്ലാത്ത സ്കൂളിലാണ് കോഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് ആർക്കൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരിക്കണം. ടെമ്പററി അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷനിൽ ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയും അതിനുശേഷം ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അതിൻ്റെ മുകളിലുള്ള ബാക്കിയുള്ള ഓപ്ഷൻ, ഇപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 1, 2, 3, 4 എന്നിങ്ങനെയുള്ള അതിൻ്റെ മുകളിലുള്ള ബാക്കി ഓപ്ഷനുകൾ അതവിടെ നിലനിർത്തിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അവിടെ നിങ്ങൾ ഈ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അവിടെ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയത്. അതുപോലെ ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഹയർ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവരെ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾ ഈ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ട്, ഹയർ ഓപ്ഷൻസ് മുഴുവനും റദ്ദ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും കിട്ടില്ല. കാരണം ഇതിന് മുകളിൽ മറ്റ് ഓപ്ഷനുകൾ അവിടെ ബാക്കിയില്ലാത്തതുകൊണ്ടാണ് അവരെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കാൻ സാധിക്കാതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്രയും വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ എന്താണ് ഞാൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി 5ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെന്ന് വിചാരിക്കാം. ആ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ ടെമ്പററി അഡ്മിഷനിൽ തന്നെ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളവിടെ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അതുപോലെ നിങ്ങളുടെ ആ ഒരു ബാക്കിയുള്ള ഓപ്ഷൻ അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷനുകൾ അവിടെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ നിലനിർത്തിയിട്ടുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനിലേക്ക്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അവിടെ ഞാൻ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത് 2ാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ആ 2ാമത്തെ ഓപ്ഷൻ വേണ്ട, 5ാമത്തെ ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി, അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള സീറ്റിനോട് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റിൽ ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇവിടെ നോക്കുന്ന സമയത്ത്, ഇത് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ 5ാമത്തെ ഓപ്ഷനിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, അവിടെ നിങ്ങൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടി. അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് അവിടെ 2ാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടി. അപ്പോൾ ആ 2ാമത്തെ ഓപ്ഷൻ എനിക്ക് വേണ്ട, എനിക്ക് 5ാമത്തെ ഓപ്ഷൻ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കിട്ടിയ ആ ഒരു സ്കൂളിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ തന്നെ തുടരാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരിക്കലും സാധിക്കുന്നതല്ല. കാരണം നിങ്ങൾക്കിപ്പോൾ 2ാമത്തെ ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റം കിട്ടുന്ന സമയത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയുള്ള ഓപ്ഷൻ്റെ താഴെയുള്ള മറ്റ് എല്ലാവിധ ഓപ്ഷൻസും, അത് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയ ഓപ്ഷൻ ഉൾപ്പെടെ റിമൂവ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ സീറ്റ് മതി, അല്ലെങ്കിൽ അവിടെ ടെമ്പററി പെർമനൻറ്റ് അഡ്മിഷൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് ഓപ്ഷൻ
അലോട്ട്മെൻറ്റ് നൽകുന്ന സമയത്ത് അതായത് ഒരു സോഫ്റ്റ്വെയർ പരിശോധിക്കാൻ നിങ്ങൾക്ക് ആദ്യം ഒന്നാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ രണ്ടാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ചെക്ക് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റദ്ദ് ചെയ്യും. റദ്ദ് ചെയ്ത ശേഷമാണ് നിങ്ങൾക്ക് അടുത്ത ഏത് ഓപ്ഷനിലാണോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് തരാൻ പറ്റുന്നത് അതിലേക്ക് അഡ്മിഷൻ നൽകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്കോ മാറ്റം കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുന്നത് കാരണം നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള മറ്റ് എല്ലാവിധ ഓപ്ഷൻ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് 3, 4, 5 എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി റദ്ദ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സ്കൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ നേടാം അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടാൻ പറ്റുക. രണ്ടാമത്തെയോ അതിന് താഴെയുള്ള മറ്റു ഓപ്ഷനുകളോ ആണെങ്കിൽ ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് പെർമനൻറ്റ് അഡ്മിഷനായിട്ടോ എടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട സംശയം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങളിവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്ത സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ചില വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുത്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഫീസ് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് മറ്റെവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ നിലവിലെ എന്താണോ ആ ഒരു അഡ്മിഷൻ്റെ സ്റ്റാറ്റസ് അത് ടെമ്പററി അഡ്മിഷനാണോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണോ അപ്പോൾ അത് അങ്ങനെ തന്നെ തുടരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതേസമയം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട സംശയമായിരിക്കും വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരുമോ അല്ലെങ്കിൽ ഫീസ് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തവർക്ക് ഫീസ് തിരിച്ചു തരുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ മറ്റൊരു ഓപ്ഷനിലേക്കാണ് മാറ്റം കിട്ടിയത്. അതായത് ഇവിടെയുള്ള 5ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സെയിം സ്കൂൾ തന്നെയാണ്. രണ്ടാമത്തെ ഓപ്ഷനും സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു രണ്ടാമത്തെ ഓപ്ഷനിൽ ആ ഒരു സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ തിരിച്ച് വാങ്ങിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് നേടാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഫീസൊന്നും എടുക്കാതെ തന്നെ ഫീസൊന്നും കൊടുക്കാതെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുള്ള അതായത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറ്റം കിട്ടി അത് പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ എടുത്തിട്ട് പോവുക. അതിനുശേഷം നിങ്ങൾ പറയുക നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയെങ്കിൽ അതിലേക്ക് മാറ്റി അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് മാറ്റിയിട്ട് തരും. അതുപോലെ തന്നെ മറ്റൊരു കോഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ ആ ഒരു കോഴ്സിൻ്റെ വിഭാഗത്തിലേക്ക് മാറ്റേണ്ടത് നിർബന്ധവുമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടിയിട്ട് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ ആദ്യം എനിക്ക് എന്ന സ്കൂളിൽ കൊമേഴ്സാണ് കിട്ടിയത്, പിന്നീട് ഇപ്പോൾ എനിക്ക് ഈ ഒരു എന്ന സ്കൂളിൽ തന്നെ ഈ ഒരു ബയോളജി സയൻസിലേക്ക് മാറ്റം കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, പാരൻറ്റിനെയും കൂട്ടി പോവുക, അവിടെ നിന്ന് ഹ്യൂമാനിറ്റീസിൻ്റെ ആ ഒരു അഡ്മിഷൻ്റെ അതിൽ നിന്ന് എൻ്റെ അഡ്മിഷൻ ഈ ഒരു ബയോളജി സയൻസിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഈ രീതിയിൽ എവിടേക്കാണോ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ ചേഞ്ച് വന്നിട്ടുള്ളത് ആ ഒരു മാറിയിട്ടുള്ള കോഴ്സിലേക്ക് എൻ്റെ അഡ്മിഷൻ മാറ്റുകയാണ് ഞാൻ ചെയ്യേണ്ടത്. ആ ഒരു രീതിയിലാണ് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ചെയ്യേണ്ടത്. നിങ്ങളുടെ അഡ്മിഷൻ ആദ്യം കിട്ടിയ അഡ്മിഷൻ ആ ഒരു സ്കൂളിലെ തന്നെ മറ്റൊരു ഓപ്ഷനിലായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് ആ ഒരു സെയിം സ്കൂളിൽ തന്നെ മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ മറ്റൊരു ആ ഒരു വിഭാഗം ഏതാണോ അതിൽ ആ ഏത് കോഴ്സിൻ്റെയിലേക്കാണോ അത് ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ മാറ്റം കിട്ടിയത് അവിടെ പോയിട്ട് അഡ്മിഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം കിട്ടിയ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിലവിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാരൻസിനെയും കൂട്ടിയിട്ട് പോവുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു റെസിപ്റ്റ് പോലെ എന്തെങ്കിലും തന്നിട്ടുണ്ടാകും. നിങ്ങൾ ഒരു അഡ്മിഷൻ നേടുന്ന സമയത്ത് അല്ലെങ്കിൽ ടോക്കണോ മറ്റോ തന്നിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് തന്നത് അത് എടുത്തിട്ട് പോവുക. പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ എടുത്തിട്ട് പോവുക. പോയിട്ട് ആദ്യം അതായത് ഈ ഒരു ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനിൽ ആണ് ഫസ്റ്റ് കിട്ടിയത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയത്. ആദ്യത്തെ പറഞ്ഞത് സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സായിരുന്നു. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ അഡ്മിഷൻ നേടി ഈ ഒരു സ്കൂളിൽ പോവുക, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു വാങ്ങിക്കുക. ഇപ്പോൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് നേടിയെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങിക്കുക. അതേസമയം നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു
വാങ്ങുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് PTA ഫണ്ട്, PTA ഡൊണേഷൻ എന്നിവ അതിൻ്റെ റെസിപ്റ്റ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അതുപോലെ അഡ്മിഷൻ ഫീസ് തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ ഫീസ് പുതിയ സ്കൂളിൽ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് അവിടെ അഡ്മിഷൻ ഫീസ് പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന സമയത്ത് അവിടെ അഡ്മിഷൻ ഫീസ് അടക്കാതെ ആ ഒരു റെസിപ്റ്റ് കൊടുത്താൽ മതിയാകും. അതോടൊപ്പം PTA ഫണ്ട്, PTA ഡൊണേഷൻ ഫീസ് എന്നിവ നൽകിയാൽ മതിയാകും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും എടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു അഡ്മിഷനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എവിടെയാണോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓപ്ഷനിൽ ഏത് സ്കൂളിലാണോ അവിടെ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് അടക്കാതെ സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്തുകൊണ്ട് ടെമ്പററി അഡ്മിഷൻ നേടാം. അതുപോലെ തന്നെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാവുന്നതും. ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ അത് റിമൂവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.